ആ ലീലയുടെ മോൻ ചെറുക്കം ഉണ്ടായിരുന്നല്ലേ ഇവിടെ? അവന് കത്തിക്കാല മുറ വെച്ച് നോക്കുമ്പം. ഏത് ലീല? ആ മദ്രാസുകാരി ലീലേ, ശശീര പെണ്ണ്. അതിന് ആ ചെറുക്കൻ ആസ്ട്രേലിയയിലാകണ്ടല്ലേ? ഇല്ല ഇല്ല, ഇവിടെ ഇവിടെ അവൻ വെള്ളം കൊണ്ട് നടക്കണം ഞാൻ കണ്ടായിരുന്നല്ല. എവിടെ ഇവിടെ എവിടെ ദാണ്ട നിക്കണടി. ബോഡി ഇറക്കി പൂവും നീരും കൊടുക്കാൻ നോക്ക്. അപ്പോഴത്തേക്കും 12 കാര്യം എത്തും. മക്കളെ അച്ഛാ, ഞാൻ പറയണ കേള്. നീ വാറക്കല്ലേ അണ്ണാ, കൊച്ചിന് പറയണ. അപ്പോഴേ ആ പന്തളത്തെ കല്യാണ കാര്യം മറന്നേരെ കേട്ടാ. അച്ഛാ, ആ കല്യാണം എനിക്ക് അല്ലെങ്കിലും വേണ്ട. ഓ, ഇവനെ കെട്ടാനായിരിക്കും. അവനെ നിങ്ങളെ മൂക്ക് കെട്ടിച്ചോടും. എന്താടി പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. മക്കളെ കയറി പോയാണ്. എന്തരിത്? കത്തിക്കാനും ആരുമില്ല. ഇവിടെ പെണ്ണിന്റെ കല്യാണവും പറഞ്ഞുകൊണ്ട് നിക്കണത്. എന്റെ അക്കച്ചി ഇവിടെ കിടന്ന് അഴിവേ ഉള്ളു. അഴിവുണ്ടെങ്കിൽ മോർച്ചറി കൊണ്ടേ വയ്ക്കണം. ഇനിയിപ്പോൾ എന്തായാലും നിന്റെ മോൻ വന്നിട്ട് മതി. ഇത് കരയോഗത്തിന്റെ തീരുമാനമാണ്. ആംബുലൻസ് വിളി. ഇതാണ് ലൊക്കേഷൻ. കൃത്യസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട് എവിടെ? അതെന്നോട് ചോദിക്കണത്. പറഞ്ഞതാ കല്യാണമായിട്ട് ഇരിക്കുമ്പോ മരണത്തിന്റെ ചടങ്ങിനായിട്ട് പൊക്കൂടാന്ന്. നീ എല്ലാത്തിനും വണ്ടി എടുക്കാൻ വാ, തിരിച്ചു പോവാം. ചേച്ചി ഇനി മോർച്ചറി കൊണ്ടുപോയാ എത്ര ദിവസം ഇട്ടേക്കണം? അത് പിന്നെ ലീവ് കെട്ടി ചെറുക്കൻ 2 ദിവസം കഴിഞ്ഞല്ലേ വരൂന്ന് പറയണത്. ജീവിച്ചിരുന്നപ്പോ ആർക്കും ഒരു ദ്രോഹം ചെയ്യാനും ചേച്ചിക്ക് ഈ ഗതി വന്നല്ല. ഭേദം പോലെ മോർച്ചറിയിൽ ചേച്ചി കിടക്കേണ്ടി വരുമല്ലോ. അമ്മ കൊണ്ടുവല്ലെന്ന് പറമ്മ. പെണ്ണുങ്ങളെല്ലാം അപ്പുറത്തോട്ട് മാറിയില്ലേ? ബോഡി എടുക്ക. പറഞ്ഞ മനസ്സിലായില്ലേ? വെറുതെ
വേറെ നിവർത്തിയില്ല മക്കളെ. ഉണ്ണി പറഞ്ഞവരെ അമ്മാമ്മയെ വെച്ചേക്കണ്ടേ മക്കൾ. അമ്മ അവിടെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ആരുമില്ല. അമ്മ അമ്മ പറ അമ്മ. കൊണ്ടു പോടേ. ഇവ ഒരു കരിപ്പണം കെട്ടവനായി. അതാണ് ഇവള് ഇവിടെ കിടന്ന് മെളിയുന്നത്. നിന്റെ അമ്മാമ്മയ്ക്ക് കർമ്മം ചെയ്യാൻ ആ മക്കളില്ല, അതുകൊണ്ടാണ് കൊണ്ടുപോണത്. ആ മക്കൾ കർമ്മം ചെയ്താലേ പറ്റുള്ള. നീ ഒന്ന് വീട്ടിൽ കയറി പോയെ, കുറെ നേരമായി ചുമ്മാ ഉണ്ടാക്കാൻ വരണം. ആലോചിച്ചോണ്ടിരിക്കാതെ കേട്ടടേ മുരളി. ഏറ്റണ്ട അങ്ങോട്ട്, ഞങ്ങൾക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. വണ്ടി എടുക്കാൻ പറ്റും കുമാരൻ. ബാബുജി, അമ്മയെടുത്ത് ആ പട്ടുകൊടുത്ത് കെട്ടി തലയിൽ ഒരു കുട്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് വരാൻ പറ. നിന്റെ ഉദ്ദേശം എന്തിനാണ്? സാവിത്രി മാമിയുടെ കർമ്മം അവരെ പെമ്മക്കൾ ചെയ്യും. അത് നീയല്ല തീരുമാനിക്കുന്നത്, അത് നോക്കാനാണ് ഞാൻ ഇവിടെ അയക്കുന്നത്. എന്റെ വീട്ടിലെ കാര്യം ഇനി ഞാൻ തീരുമാനിക്കും. മുരളി, മുരളീരാണ് ഇനി ഇവിടക്കാരും ഉണ്ടാക്കാൻ വരരുത്. നീ ആരടുത്താണ് സംസാരിക്കണമെന്ന് അറിയോ? ഇനി കരയോഗം ഒന്നിനും കൂടെ ഉണ്ടാവില്ല. വേണ്ട, നീയൊന്നും ഇല്ലെങ്കിൽ അത്ര സമാധാനം. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മാത്രമാണ് ഇവിടുത്തെ കരയോഗം. ഇനി ഇവിടക്കാരും ഉണ്ടാക്കാൻ വരരുത്. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. മാറണല്ല അവന്. അയ്യോ യവൻ എന്തോരോ മൊത്തത്തിൽ ഭ്രാന്തായെന്ന് തോന്നണേട്ടാ. ഇനി വാ തുറന്ന അടിച്ചു കൊന്ന് ഞാൻ ഈ ആംബുലൻസ് കയറ്റി വിടും. മക്കളൊന്നും ഓർത്തില്ലല്ലോ. കിടക്കും കുറേ ദിവസം മോർച്ചറിയില്. മുരളി, നീ ഒരു ദിവസം മരിക്കും. അന്ന് നിനക്ക് മനസ്സിലാവും എന്റെ വില എന്താണെന്ന്. കേട്ടാ, ഇറങ്ങി പോടാ എന്റെ വിളയെന്ന്. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. ജായദ്ര, മാമൻ അടക്കിയെടുത്ത് തന്നെ മാമിയെ അടക്കും. പ്രസന്നനല്ല, ഇനി അവന്റെ അച്ഛൻ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കൂല. കുറെ ബന്ധുക്കളും. ഇനി നിങ്ങൾക്കുള്ള അഭിപ്രായം ഉണ്ടോ? അഭിപ്രായം കൊണ്ടാന്ന് കുമാറെ ബോഡി ഇറക്കണം.